എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ സോഷ്യോളജി എന്ന സബ്ജക്റ്റിൽ നിന്ന് Nios +2 സോഷ്യോളജി 14 ചാപ്റ്ററുകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി. 15ാമത്തെ ചാപ്റ്റർ എക്കണോമി, പൊളൈറ്റി ആൻഡ് റിലീജിയൻ, സാമ്പത്തികം, രാഷ്ട്രീയം, മതം, ആ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് എക്കണോമി, സാമ്പത്തികം എന്ന ആശയത്തെ വിശദീകരിക്കുക. എന്താണ് സാമ്പത്തികം എന്നതുകൊണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥാപനം, സാമ്പത്തികം എന്നതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്? ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം, പ്രവർത്തന വ്യവസ്ഥ, മാതൃക, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങളും നടപടിക്രമങ്ങളും ആദർശങ്ങളും എന്നാണ് സാമ്പത്തിക സ്ഥാപനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് നിങ്ങൾക്കറിയാം. സാമ്പത്തികം എന്ന ആശയത്തിൽ വരുന്നത് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ്? ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ സാധനങ്ങളുടെ ഉൽപ്പാദന കാര്യങ്ങൾ, വിതരണം, അവ നമ്മളിൽ എത്തുമ്പോൾ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്, അതുപോലെ അതിൻ്റെ പ്രവർത്തന വ്യവസ്ഥ, മാതൃക, ഇതിൻ്റെ എല്ലാ നിയമങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ ഏതിൽ വരുന്നു? സാമ്പത്തിക സ്ഥാപനം അല്ലെങ്കിൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക സംവിധാനം സമൂഹത്തിൻ്റെ ഒരു ഉപവ്യവസ്ഥയാണ്. ഇന്ന് കാണുന്ന നമ്മുടെ സാമ്പത്തിക സ്ഥാപനങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളവയാണ്. നമുക്കറിയാം, ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തോ ഒന്നും സ്ഥാപിക്കപ്പെട്ടവയൊന്നും അല്ല ഈ സ്ഥാപനങ്ങൾ. നമ്മളിന്ന് കണ്ടുവരുന്ന ഈ സ്ഥാപനങ്ങൾ, അവയുടെ രീതികളൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ നമ്മുടെ സമൂഹത്തിൽ എത്രയ്ക്ക് പഴക്കമുള്ളവയാണ്. നമുക്കറിയാം, പണ്ട് കാലത്ത് മനുഷ്യർ ഭക്ഷണം ശേഖരിക്കുന്നതിനായിട്ട് വേട്ടയാടി നടന്നിരുന്ന പ്രാകൃത മനുഷ്യൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രാകൃത മനുഷ്യർ ഭക്ഷണ ശേഖരണത്തിനായി ഇറങ്ങി തിരിച്ചതോടെ ആ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. പിന്നീട് അവർ വേട്ടയാടുന്നതിനും ഭക്ഷണം ശേഖരിക്കുന്നതിനും ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു. അതിനുശേഷം മൃഗങ്ങളെ ഇണക്കി വളർത്താൻ കഴിയുമെന്ന് മനുഷ്യർ കണ്ടെത്തി. ഇതിനൊക്കെ ശേഷമാണ് വികസനത്തിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് നാം എത്തിച്ചേരുന്നത്. അതാണ് കാർഷിക സാമ്പത്തിക വ്യവസ്ഥ അല്ലെങ്കിൽ കാർഷിക സമ്പദ് വ്യവസ്ഥ എന്നുള്ള ഒരു അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. അതിനെ തുടർന്ന് 3ാം ഘട്ടമായ വ്യാവസായിക സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. പ്രാകൃതം, കാർഷികം, വ്യാവസായികം, അപ്പോൾ എന്നിങ്ങനെ 3 സാമ്പത്തിക സംവിധാനങ്ങൾ അല്ലെങ്കിൽ ക്രമം സമൂഹത്തിൻ്റെ ചരിത്രത്തിലെ 3 ഘട്ടങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ സാമ്പത്തികം എന്ന ആശയത്തിൽ വരുന്നത് ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം, പ്രവർത്തന വ്യവസ്ഥ, മാതൃക, ആദർശങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് സാമ്പത്തിക കാര്യങ്ങളാണ്. പിന്നീട് പറയുന്നത് എന്താണ്? ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളവയാണ് നമ്മളിന്ന് കാണുന്ന മിക്കവാറും എല്ലാ സാമ്പത്തിക സ്ഥാപനങ്ങളും. അതുപോലെ പ്രാകൃത മനുഷ്യൻ്റെ കാലഘട്ടത്തിൽ അവർ ഭക്ഷണ ശേഖരണത്തിനായി ഇറങ്ങി തിരിച്ചതോടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അത് 1ാം ഘട്ടമായിരുന്നു. ഇവർ പിന്നീട് എന്ത് ചെയ്യുകയാണ്? മനുഷ്യർ വേട്ടയാടുന്നതിനും ഭക്ഷണം ശേഖരിക്കുന്നതിനും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് ഉപകരണങ്ങളൊക്കെ കണ്ടുപിടിച്ചു. മൃഗങ്ങളെ ഇണക്കി വളർത്താൻ കഴിയുമെന്ന് കണ്ടെത്തി. അതിനൊക്കെ ശേഷമാണ് പിന്നീട് ഇതിൻ്റെ 2ാം ഘട്ടം, വികസനത്തിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് എത്തുന്നത്. അതിനെ നമ്മൾ കാർഷിക സമ്പദ് വ്യവസ്ഥയായിട്ട് കണക്കാക്കാം. പിന്നീട് 3ാം ഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? വ്യാവസായിക കാലഘട്ടം അല്ലെങ്കിൽ വ്യാവസായിക സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ 3 ഘട്ടങ്ങളുണ്ട് നമ്മുടെ സാമ്പത്തികത്തിന്: പ്രാകൃതം, കാർഷികം, വ്യാവസായികം. ഈ 3 സാമ്പത്തിക സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ 3 ക്രമങ്ങളാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ചരിത്രത്തിലെ 3 ഘട്ടങ്ങളെന്ന് പറയുന്നത്. എന്താണ് പ്രാകൃത സാമ്പത്തിക ക്രമം? നമുക്കറിയാം, പ്രിമിറ്റീവ് എക്കണോമിക് ഓർഡർ എന്ന് പറയും. അതിൽ പണ്ട് കാലത്തെ ജീവിത രീതികളൊക്കെയാണ് ഉൾപ്പെടുന്നത്. നമ്മൾ പ്രകൃതിയെ ആശ്രയിക്കുന്ന ഒരു ജനതയുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ പ്രാകൃത സാമ്പത്തിക ക്രമത്തിൽ നമ്മുടെ സമൂഹം എപ്പോഴും പ്രകൃതിയെയാണ് ആശ്രയിച്ചിരുന്നത്. അതുപോലെ പ്രകൃതി ശക്തികളായ മഴ, വെള്ളപ്പൊക്കം, ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നവയും എന്തിനെ സ്വാധീനിക്കുമായിരുന്നു? സാമ്പത്തിക പ്രവർത്തനങ്ങളെ സ്വാധീനിച്ചു. സാമ്പത്തിക സംഘടനകൾ അന്നത്തേത് എങ്ങനെയുള്ളതായിരുന്നു? വളരെ ലളിതമായിരുന്നു. തൊഴിൽ വിഭജനം പ്രായത്തെയും സ്ത്രീ പുരുഷ ഭേദത്തെയൊക്കെ അടിസ്ഥാനമാക്കിയായിരുന്നു പ്രാകൃത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. രണ്ടാമത്തിൽ
ആദ്യത്തിലല്ല രണ്ടാമത്തേതിലേക്ക് നമ്മൾ വരുമ്പോൾ കാർഷിക സാമ്പത്തിക ക്രമം അല്ലെങ്കിൽ അഗ്രേറിയൻ എക്കണോമിക് ഓർഡർ അതിലേക്ക് വരുമ്പോൾ കൃഷിയുടെ വികാസം ഭക്ഷ്യവിഭവങ്ങളുടെ ലഭ്യതാ കാര്യത്തിൽ കാര്യമായ ഉറപ്പും സ്ഥിരതയും ഉണ്ടാക്കി. ആദ്യകാലത്ത് അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന ഒരു ജനതയായിരുന്നുവെങ്കിൽ പിന്നീട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കൃഷിക്ക് വേണ്ടി മനുഷ്യൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സെറ്റിൽഡ് ആവുന്ന കാഴ്ചയാണ്. അപ്പോൾ അവർ എന്ത് ചെയ്യുകയാണ്, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഭക്ഷ്യ വിഭവങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, നിർമ്മിക്കാൻ തുടങ്ങുന്നു. വിത്തുകളും കിഴങ്ങുകളുമായിരുന്നു ആദ്യകാലത്ത് എന്ത് ചെയ്തിരുന്നത്, കൃഷി ചെയ്തിരുന്നത്. അതുപോലെ കൃഷി പ്രധാനമായും സ്ത്രീകളുടെ ചുമതലയായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ കൃഷി വികസിപ്പിച്ചെടുത്തതും സ്ത്രീകളാണെന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ മൃഗങ്ങളെ മെരുക്കി വളർത്തി പരിപാലിക്കുക എന്നത് ആരുടെ ജോലി, പുരുഷന്മാരുടെ ചുമതലയായിരുന്നു. ഭൂമിയുടെ ഉടമസ്ഥത മുഴുവൻ സംഘാംഗങ്ങൾക്കോ സമുദായത്തിനോ, അതായത് ഒരാളിന് വ്യക്തിപരമായിട്ടായിരുന്നില്ല ഉടമസ്ഥത അവകാശം, ഒരു സംഘത്തിനോ സമുദായത്തിനോ മൊത്തത്തിലായിരുന്നു ഭൂമിയുടെ അവകാശം. ക്രമേണ സ്വകാര്യ സ്വത്തുകൾ പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, സ്വകാര്യ സ്വത്തെന്ന ചിന്തയിലേക്ക് ഉരുത്തിരിഞ്ഞ് മനുഷ്യൻ വരുന്നത്. ഗ്രാമങ്ങൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തത നേടിയിരുന്നു. വിവിധ ജാതിക്കാർക്ക് തൊഴിൽപരമായ വൈദഗ്ധ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് രണ്ടാം ഘട്ടത്തിൻ്റെ പ്രത്യേകത. സാമ്പത്തികത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇൻഡസ്ട്രിയൽ എക്കണോമിക് ഓർഡർ അഥവാ വ്യാവസായിക സാമ്പത്തിക ക്രമം അതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇംഗ്ലണ്ടിൽ അരങ്ങേറിയ വ്യാവസായിക വിപ്ലവം തന്നെയാണ് വ്യാവസായിക സാമ്പത്തിക ക്രമം എന്നൊരു ആശയമൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ വ്യാവസായിക വിപ്ലവം മനുഷ്യശക്തിക്കും മൃഗശക്തിക്കും ഒക്കെ പകരം എന്ത് കൊണ്ടുവരികയാണ്, യന്ത്രങ്ങളുടെ സംവിധാനം അല്ലേ. ആവിശക്തിയിൽ പ്രവർത്തിക്കുന്ന കൂറ്റൻ യന്ത്രങ്ങൾ ഉൽപ്പാദക മേഖലകളിൽ വൻപിച്ച മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ഉണ്ടായത്. പിന്നീട് ആവിക്ക് പകരം ആ സ്ഥാനത്ത് എന്ത് കടന്നു വരുന്നു, വൈദ്യുതി കടന്നു വരുന്നു. യന്ത്രങ്ങൾ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി നിരവധി ഫാക്ടറികൾ നിലവിൽ വരികയും ഉൽപ്പാദനത്തിലും ഉപഭോഗത്തിലും വിതരണത്തിലുമൊക്കെ വൻ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഈ കോൺസെപ്റ്റ് ഓഫ് എക്കണോമി, സാമ്പത്തികം എന്ന ആശയത്തിൽ ചോദിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിശദീകരിക്കാനായിട്ടുള്ളത്. രണ്ടാമത്തേത് എക്സ്പ്ലെയിൻ പൊളിറ്റിക്കൽ സിസ്റ്റം. എന്താണ് രാഷ്ട്രീയ വ്യവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യവസ്ഥിതി, രാഷ്ട്രീയ സമ്പ്രദായം? ഇത് രാഷ്ട്രീയമെന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ ശക്തിയുടെ വിതരണമാണല്ലേ. ഏതൊരു സാമൂഹിക ബന്ധം എടുത്തു നോക്കിയാലും ചിലർക്ക് മറ്റുള്ളവരുടെ മേലൊരു സ്വാധീന ശക്തി പുലർത്തുവാൻ സാധിക്കുന്നു. അപ്പോൾ ശക്തി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, മറ്റൊരു വ്യക്തിയുടെ മേൽ സ്വന്തം സ്വാധീനം, സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് പുലർത്താനുള്ള കഴിവ്. ഒരാളിന് മറ്റൊരാളുടെ മേൽ സ്വാധീനം ചെലുത്താൻ, അവരവരുടെ ആഗ്രഹത്തിനനുസരിച്ച് മറ്റുള്ളവരുടെ മേൽ സ്വാധീനം ചെലുത്തുവാനുള്ള കഴിവിനെയാണ് നമ്മൾ സ്വാധീന ശക്തി എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ ശക്തിക്ക് മറ്റുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വിന്യാസമുള്ള പ്രവർത്തന മണ്ഡലമുണ്ടായിരിക്കും. എല്ലാ സ്ഥാപനങ്ങളിലേക്കും എല്ലാ സംഘങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ വൈഭവമുള്ളതാണ് ഏതെന്ന് പറയുന്നത്, രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നത്. രാഷ്ട്രീയ ശക്തി ഭരണവും ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള മേൽത്തട്ടുകാർ ഉണ്ടെന്നാണ് ഈ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഏതൊക്കെയാണ്? ഭരിക്കാൻ ശക്തിയുള്ള മേൽത്തട്ടുകാരും അതുപോലെ ഭരിക്കാൻ ശക്തിയില്ലാത്ത മേൽത്തട്ടുകാർ. ഇങ്ങനെ രണ്ട് വിഭാഗം രാഷ്ട്രീയത്തിലുണ്ടെന്ന് സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു. ആരൊക്കെയാണ്? ഭരിക്കാൻ ശക്തിയുള്ള മേൽത്തട്ടുകാരും ഭരിക്കാൻ ശക്തിയില്ലാത്ത മേൽത്തട്ടുകാരും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പ്രശസ്തരായ സംഗീതജ്ഞർ, ചിത്രം വരയ്ക്കുന്നവരെ, വ്യവസായികൾ, ഇവരെല്ലാം മേൽത്തട്ടുകാരാണെങ്കിലും ഭരിക്കാൻ ശക്തിയില്ലാത്തവരാണ്. അത് മനസ്സിലായല്ലോ. അതേസമയം പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഗവർണർ ഇവരെല്ലാം ഭരിക്കാൻ ശക്തിയുള്ള മേൽത്തട്ടുകാരാണ്. ഈ രണ്ട് വിഭാഗക്കാരും മേൽത്തട്ടിലുള്ളവരാണെങ്കിലും ചിലർക്കാണ് മറ്റുള്ളവരെ ഭരിക്കാനുള്ള ശക്തി, ചിലർക്ക് അത് ഉണ്ടായിരിക്കുകയുമില്ല. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതുപോലെ പ്രധാനപ്പെട്ടതാണ്. എന്താണ്? എക്സ്പ്ലെയിൻ ഡിഫറൻറ്റ് എക്കണോമിക് സിസ്റ്റം. വിവിധ സാമ്പത്തിക വ്യവസ്ഥ, അതും നമ്മൾ ഈ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ വരുന്നതാണ്. അതായത് മാർക്കറ്റിനെ കുറിച്ച്, പണ്ട് കാലത്തുണ്ടായിരുന്ന ബാർട്ടർ സിസ്റ്റം, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്നൊരു വ്യവസ്ഥിതി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഈ സാമ്പത്തിക വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
ഡെസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് റിലീജിയൻ. മതങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാം? നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് ആരാണ്? ഒരു സാമൂഹ്യ ജീവിയാണല്ലേ മനുഷ്യൻ. അതുപോലെ തന്നെ ഒരു ആത്മീയ ജീവി കൂടിയാണ്. മതം മനുഷ്യന് വലിയൊരു ശ്രദ്ധാവിഷയമായി തന്നെ നിലകൊള്ളുന്നു. മതത്തിന് മനുഷ്യ ജീവിതത്തിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങളുടെ സ്വാധീനമുണ്ട്. ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ മതം ലോകത്തിലെ എല്ലാ സമൂഹങ്ങളിലും നിലവിലുണ്ട്. വിശുദ്ധ വസ്തുക്കളുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഉൾക്കൊള്ളുന്ന ഏകീകൃത വ്യവസ്ഥിതിയാണ് മതം. അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മതത്തിന് നമ്മളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ മതം എല്ലാ സമൂഹങ്ങളിലും, നമ്മുടെ ലോകത്തിൽ നമ്മൾ പരിശോധിച്ചാൽ എല്ലാ സമൂഹങ്ങളിലും നിലവിലുണ്ട്. ഈ മതത്തിന് ചില ഘടകങ്ങളുണ്ടായിരിക്കും. എന്തൊക്കെയാണ് മതത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് നോക്കാം. പ്രകൃത്യാതീത ശക്തികളിലുള്ള വിശ്വാസം. കറക്റ്റാണല്ലോ. മനുഷ്യന് പ്രകൃത്യാതീത ശക്തികളിൽ ശാസ്ത്രത്തിനും അപ്പുറമാണല്ലേ മനുഷ്യൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. അതുപോലെ പരിശുദ്ധമായതിനെക്കുറിച്ചുള്ള ഒരു സങ്കല്പം, അതും എല്ലാ മതങ്ങളിലും ഉള്ളതാണ്. മൂന്നാമത്തെ എന്താണ്? ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ഒരു ആരാധന വ്യവസ്ഥ, അതും മതത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ മോക്ഷപ്രാപ്തി എന്ന ആശയം, ഇഹലോകവാസവും അതുപോലെ എന്താണ് സ്വർഗവും നരകവും ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതിൻ്റെ മോക്ഷപ്രാപ്തി, ഇതെല്ലാം എല്ലാ മതങ്ങളിലെയുമുള്ള പ്രധാന ഘടകങ്ങൾ തന്നെയാണ്. ആരാധിക്കാൻ സ്ഥിരമായൊരു ഇടം, അതുപോലെ മതപരമായ ശ്രേണിയുടെ സാന്നിധ്യം, ഇത് ഇത്രയുമാണ് മതത്തിൻ്റെ ഘടകങ്ങളെന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇത്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾ നോക്കിയാൽ കാണാം, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ പവർ ആൻഡ് അതോറിറ്റി. ഇത് പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നില്ലേ? പവറും അതോറിറ്റി, ശക്തിയും അധികാരവും, ഇത് രണ്ടും ഒന്നല്ല. ശക്തിയും അധികാരവും രണ്ടാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ശക്തിയും അധികാരവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് ആദ്യം നോക്കാം. ശക്തി അല്ലെങ്കിൽ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ അവരുടെ ഇച്ഛയ്ക്കും എതിർപ്പിനും ആയിരുന്നാൽ കൂടി, ഇത് നമ്മൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. പവർ ആൻഡ് അതോറിറ്റി ഞാൻ മുമ്പൊരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ സോഷ്യോളജി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്കിത് കിട്ടും. ഓക്കെ. പവർ ആൻഡ് അതോറിറ്റി, ശക്തിയും അധികാരവും എന്താണെന്ന്, അതായത് ഞാൻ ചുരുക്കി പറഞ്ഞു തരാം. മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ അവരുടെ ഇച്ഛയ്ക്കും എതിർപ്പിനും, അതായത് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടി നിയന്ത്രിക്കാനുള്ള മറ്റൊരാളുടെ കഴിവാണ് എന്തെന്ന് പറയുന്നത് ശക്തി. ഒരു വ്യക്തിക്ക് മറ്റുള്ള വ്യക്തിക്കുമേൽ അവരുടെ ഇച്ഛയെ, അതായത് ഒരാളിന് മറ്റൊരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടി അയാളിൽ സ്വാധീനം ചെലുത്താനുള്ള ഒരു കഴിവ്. ഇത് ഏത് ഇടപഴകലിലും ചിലർക്ക് മറ്റുള്ളവരെക്കാൾ എപ്പോഴും ശക്തി കൂടുതലായിരിക്കും. അതാണ് പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതോറിറ്റി അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത് എന്താണ്? ഒരാൾക്ക്, അതായത് ജനങ്ങളുടെ പൊതുവായ ഇച്ഛയെ പ്രതിനിധീകരിക്കുന്നതും ജനങ്ങൾ സ്വമേധയാ അംഗീകരിക്കുന്നതുമായ ശക്തി അല്ലെങ്കിൽ അധികാരം നിയമപരമായിട്ടുള്ള അധികാരമായിട്ട് അതായത് കണക്കാക്കാം. ജനങ്ങളുടെ പൊതുവായ ഇച്ഛയെ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പൊതുവായിട്ട് എന്തുണ്ടാവും? ഒരു പ്രത്യേക താല്പര്യങ്ങളുണ്ടാവുമല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ ജനങ്ങൾ സ്വമേധയാ അംഗീകരിക്കുന്നു. നമ്മളത് ചിലപ്പോൾ നിയമമാവാം നമ്മളതിനെ അംഗീകരിച്ച് കൊടുക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ സ്വമേധയാ അംഗീകരിക്കുന്നതുമായ ശക്തി അല്ലെങ്കിൽ അധികാരം, അതിനെ നമ്മൾ എന്തായി കണക്കാക്കാം? നിയമാനുസൃതമായി കണക്കാക്കാം. ഈ നിയമാനുസൃതമായ ശക്തിയാണ് രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെയൊക്കെ നിർണായക ഘടകമെന്ന് പറയുന്നത്. ഏറ്റവും നിയമാനുസൃതമായ ശക്തിയെ നമുക്ക് എന്തെന്ന് പറയാം? അതോറിറ്റി അല്ലെങ്കിൽ അധികാരം എന്ന് പറയാം. അപ്പോൾ ശക്തിയും അധികാരവും ഒരിക്കലും ഒന്നല്ല. ശക്തി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് മറ്റൊരാളുടെ മേലുള്ള സ്വാധീനം അയാളുടെ ഹിതാഹിതങ്ങളൊന്നും നോക്കാതെ, മറ്റൊരാളിൻ്റെ ഇഷ്ടങ്ങളൊന്നും നോക്കാതെ അയാളുടെ മേൽ നമ്മൾ പ്രയോഗിക്കുന്നതാണ് ശക്തി എന്ന് പറയുന്നത്. അതേസമയം അധികാരം എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാളുടെ മേലുള്ള സ്വാധീനം അയാളുടെ സമ്മതത്തോടെ നടപ്പിലാക്കുന്നതാണ് അധികാരം. അവിടെയാണ് നിയമത്തിൻ്റെ പിൻബലം ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? ഇത് നമ്മൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ അവിടെ കിട്ടും. പ്രീവിയസ് ക്വസ്റ്റ്യൻസിലുണ്ടാവും. ഈ അധികാരം തന്നെ 3 ടൈപ്സ് ഉണ്ട്. പരമ്പരാഗതമായത്, അതുപോലെ വ്യക്തിപ്രഭാവമായത്, നിയമപരമായത് എന്നുള്ള 3 രീതിയുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കി അത് പഠിക്കണം കേട്ടോ. നമ്മൾ 2
അതായത് എന്താണ്, ഈ ചാപ്റ്ററും തൊട്ടടുത്ത ചാപ്റ്ററും കൂടി ഒറ്റ വീഡിയോ, 15ഉം 16ഉം ഒറ്റ വീഡിയോ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു രക്ഷയില്ല, 15ഉം 16ഉം കൂടി ഒറ്റ വീഡിയോ ആക്കുമ്പോൾ ഇത് വളരെ ലെങ്തി ആയി പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ നോക്കാം. ഇത് ഒരു ചാപ്റ്റർ തന്നെ ഇപ്പോൾ 15 മിനിറ്റായി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ 16ാമത്തെ ചാപ്റ്റർ പഠിക്കാം. ഓക്കെ.